ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയതിലുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. കാട്ടാക്കട നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ 10 വർഷക്കാലമായി വികസന മുരടിപ്പിലേക്ക് നയിക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കൂടിയിട്ടുള്ളത് ഒരു കോൺഗ്രസ്സുകാരല്ല, ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ വികസന കാര്യത്തിൽ, ക്ഷേമകാര്യത്തിൽ, എല്ലാ കാര്യത്തിലും പരാജയപ്പെട്ട ഒരു ഭരണ സംവിധാനവും MLAയുമാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഉള്ളതെന്ന് ഓർക്കണം. കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പ് താലൂക്ക് അടക്കമുള്ള ആസ്ഥാന വികസന സൗകര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വത്തിൽ നമ്മുടെ മേഖലയിൽ അടക്കം കൊണ്ടുവന്നതിന് ശേഷം ഒരു മാറ്റവും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷക്കാരൻ പ്രചരിപ്പിക്കുന്ന, BJPക്കാരൻ പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി ചൂണ്ടിക്കാട്ടുകയാണ്. പ്രധാനമായും പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളോട് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഗത്ഭനല്ലാത്ത ഇദ്ദേഹത്തെയൊക്കെ എങ്ങനെ മത്സരിപ്പിക്കുമെന്നുള്ളൊരു ചോദ്യം ഇടതുപക്ഷക്കാരനും BJPക്കാരനും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട്. ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് ഞങ്ങളുടെ കോൺഗ്രസ് നേതൃത്വവും ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം വന്നിട്ടുള്ളത്. ഞങ്ങൾ സമ്മതിക്കുന്നു, ഇവിടുത്തെ MLA പ്രഗത്ഭനാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ പ്രദാനം ചെയ്യുമ്പോൾ അദ്ദേഹം പ്രഗത്ഭനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, ഞങ്ങളത് അംഗീകരിക്കുന്നു. BJP മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും അതിപ്രഗത്ഭനാണ്, അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ്, ഞങ്ങൾ അതും സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ മത്സരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്, ഇവിടുത്തെ 90% വരുന്ന പാവപ്പെട്ടവന്റെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും ദുഃഖിക്കുന്നവന്റെയും പ്രതിനിധിയായിട്ടാണ് ഞാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഇന്നാട്ടിലെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നേറുകയാണ്. നമ്മൾ ഇന്ന് UDF പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഒരു പുതിയ യുഗം ഇവിടെ പുറക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ചും ഈ പുതിയ യുഗം കാട്ടാക്കട ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും MLA വരുമ്പോൾ കേരളത്തിൽ ഒരു പുതിയ വികസന സംസ്കാരം, ഒരു പുതിയ യുഗം പിറവിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി പറഞ്ഞിട്ടുള്ളതുപോലെ 3000 രൂപയിലധികം ക്ഷേമ പെൻഷനാക്കുന്ന ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കും. മാത്രമല്ല വനിതകൾക്ക്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, വനിതകൾക്ക് സൗജന്യമായി, തികച്ചും സൗജന്യമായിട്ടുള്ള യാത്രാ സൗജന്യം അനുവദിക്കുന്ന അടക്കമുള്ള പദ്ധതികളിലേക്ക് നടക്കുമ്പോൾ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നു.